ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണ്. ഉള്ളി സാമ്പാർ വയ്ക്കാനായിട്ട് നമ്മൾ ഒരു 200 ഗ്രാം ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ഉള്ളി സാമ്പാർ വയ്ക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. സാമ്പാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്തരച്ചിട്ടാണ് നമ്മുടെ ഉള്ളി സാമ്പാർ വയ്ക്കുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവ. നമുക്കിനി തേങ്ങ ചേർത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടാൽ മതിയാകും. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീയിലൊക്കെ വയ്ക്കാൻ നമ്മൾ മൂപ്പിക്കില്ലേ, തേങ്ങ വറുക്കില്ലേ, അതുപോലെ നമ്മൾ അത്രയ്ക്കും ആക്കണ്ട. അത് ഈ ഒരു ലെവലിൽ നമ്മൾ എടുത്താൽ മതി. കൂടുതൽ മൂത്ത് പോകരുത്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉലുവയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടാനായിട്ടാണ്. ഉള്ളി അങ്ങനെ വഴറ്റിയിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോവും. നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് പുളി പിടിച്ച് വരട്ടെ. നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഉള്ളി സാമ്പാർ. ഉള്ളി സാമ്പാർ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുട്ടികൾക്കായാലും നമ്മൾ ഉള്ളി സാമ്പാർ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് നമ്മൾ ഉള്ളി ചുവന്നുള്ളിയൊക്കെ കൂട്ടി നമ്മൾ ചോറ് കൊടുക്കാറുണ്ടല്ലോ.
അതുപോലെ നമുക്ക് അവർക്ക് ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് അവർ ഭക്ഷണം കഴിച്ചോളും. സാമ്പാർ തിളച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരച്ച് കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി താളിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്യുന്നുണ്ട്. അടിപൊളി സാമ്പാറാണ്. എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. നമ്മളെ ഒരു ചട്ടി വെച്ച് കൊടുത്തു. താളിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കടുക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. താളിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ വിഷു സ്പെഷ്യൽ ഉള്ളി സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.